മമ്മൂക്കയുടെ കഥ പറഞ്ഞപ്പോൾ ഈ കഥാപാത്രത്തിൽ ഞാൻ സിനിമ കണ്ടാണ്. സിനിമ കണ്ടപ്പോൾ മമ്മൂക്കയുടെ ഇതിൽ ഭയങ്കര ഹൈപ്പായിരുന്നു. ഹൈപ്പെന്ന് വെച്ചാൽ മമ്മൂട്ടി ഫാൻ, മോഹൻലാൽ ഫാൻ എന്നൊന്നല്ല, എല്ലാവരും ഗൂസ് ബംസ് ആയിരുന്നു. മമ്മൂക്ക ഇത് അംഗീകരിക്കാനായിട്ടുള്ള ഈ ടൈമിൽ ഇത് ഇത്രയും ഹൈപ്പ് വരുമെന്ന് എങ്ങനെ തോന്നി? മമ്മൂക്കിനെ കൺവിൻസ് ചെയ്തു. അതാണ് എനിക്ക് തോന്നുന്നത്. കഥ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ്? കഥ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു കഥ പറഞ്ഞത് അതൊക്കെയാണ്. പക്ഷേ ജയറാം എന്നുള്ള നടനാണ് അതിൽ ലീഡ് ചെയ്യുന്നത്. മമ്മൂക്ക എങ്ങനെ കൺവിൻസ് ആയെന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും പറയുന്നില്ലേ, മമ്മൂക്കയുടെ കരിയറിലെ അതീവ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫേസിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്നത് ഇഷ്ടം പോലെ പറയുന്നത്. അത്തരത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്. കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആദ്യം ഞാനൊന്ന് ഞെട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് വേണ്ട, ഞങ്ങളുടെ പടത്തിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ബാധ്യതയെന്നൊക്കെ പറഞ്ഞ് ഞാൻ മുങ്ങി. പിന്നെ ഞങ്ങൾ ഇന്ന് ഡയലോഗ് വർക്ക് ചെയ്യുന്നത് ഡോക്ടറുടെ ഇടയ്ക്ക് പറയും മമ്മൂക്കാനെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ കണ്ണൂർ സ്പോട്ട് ലൊക്കേഷനിൽ പോയിട്ട് എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പം നീ എന്തോ ബാധ്യതയാണെന്നൊക്കെയാണ് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞത്. അല്ല, പടം ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് അങ്ങനെയാണ് വന്നത്. ആക്ച്വലി കഥ പറഞ്ഞ പുള്ളിക്ക് വർക്കായി. ആ ഒരു സിമ്പിൾ പ്രോസസ്സിലൂടെ അദ്ദേഹം തന്നെ ആ കഥാപാത്രത്തിൻ്റെ കഥാപാത്രത്തോടുള്ള താല്പര്യമുണ്ട്, അത് ഇഷ്ടമായതുകൊണ്ട്, കഥ ഓൾഡ് സ്റ്റോറി ഇഷ്ടമായതുകൊണ്ട് തിരഞ്ഞെടുത്താണ്. അല്ലാതെ അതിനകത്ത് മറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഘടകമായിട്ടില്ല. പിന്നെ ഓഫ്കോഴ്സ് അദ്ദേഹത്തോടൊരു അറിയാലോ ഒരു താല്പര്യമുണ്ടെന്ന് ജയറാമേട്ടൻ സ്ഥിരം അവകാശപ്പെടാറുണ്ട്. ജയറാമേട്ടൻ അടുത്ത് മമ്മൂക്ക ഇപ്പം ജയറാമേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ജയറാമേട്ടന് വേണ്ടി മമ്മൂക്ക വന്ന് അഭിനയിച്ചു, അതിന് താങ്ക്സ് എന്ന് ജയറാമേട്ടൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കനെ ഈ ചിത്രത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ജയറാം അഭിനയിക്കുന്ന ഒരു ചിത്രം എന്നതാണോ അതോ അതിലെ കഥാപാത്രം? ജയറാം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നെ വിളിക്കാതെ. കഥാപാത്രമാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണന. പിന്നെ മറ്റു കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരില്ല, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ജയറാം കുറച്ച് കൂടുതൽ സൗഹൃദം ഉള്ള ആളാണ്. ജയറാമേട്ടന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമുക്ക് തീരുമാനിക്കാൻ പടമായല്ലോ. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പം മിതുമാനോട് പറഞ്ഞല്ലോ, ഞാൻ കയറി വന്ന് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. കഥ ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകൻ എന്നതിലേക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജക്റ്റാണ്. മമ്മൂക്ക എന്തുകൊണ്ടാണ് മിതുമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. മിതുമാനുവലിനെ സന്തോഷമാക്കി പാക്ക് ചെയ്തിട്ട് പറഞ്ഞു. അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത സിനിമ. അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ട സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്നേ ഉള്ളൂ. സിനിമയുടെ കഥാപാത്രം തന്നെയാണ്. ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ച എങ്ങനെയിരിക്കും, നമുക്ക് താങ്ങൂലെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇതിന് തീരുമാനമായത്. അല്ലേ, അങ്ങനെയല്ലേ? ഈ സിനിമയിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളത്തിൽ പുതുതായിട്ട് തന്നിട്ടുണ്ട്. സെൻസ് സെൻസിബിലിറ്റിക്ക് ശേഷം ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ അത് നമ്മൾ മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണം നല്ല വ്യത്യാസമായിട്ടാണ്, ഇമോഷൻ ചേർത്താണ്. ഈ ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിൻ്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഒക്കെ ഉണ്ട്. ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന് അലക്സാണ്ടറായിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നോ? അങ്ങനെ മനഃപൂർവ്വം രാവിലെ എഴുന്നേറ്റ് ഇന്നിങ്ങനെ പരിപാടിയെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങും. അതൊക്കെ അങ്ങനെ എവിടുന്നോ വന്ന് വീട് കിട്ടുന്നതാണ്. ഇതൊക്കെ എനിക്ക് തന്നെ അത്ഭുതമാണ്. അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുഭവം അത് പുതിയ വാക്കുകൾ തന്നെയാണ്. ബ്ലഡി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഓൾട്ടർനേറ്റീവും ഒക്കെ. പക്ഷെ അത് അങ്ങനെ പറയാൻ ചില സമയത്തൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നുണ്ട്. രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നതാണ്. അതായിരിക്കും അത് അനുഭവപ്പെട്ടത്. അർത്ഥമെന്നുള്ള സിനിമയിലൂടെയാണ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആരംഭിക്കുന്നത്. ഇന്നലെ പുറത്തുവിട്ടുണ്ടായിരുന്ന മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയിൽ നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങളെന്നുകൂടി അർത്ഥമുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാവാൻ സാധിച്ചത്. അപ്പോൾ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോൾ
ഒരു വിജയചിത്രം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എപ്പോഴും പറയാറുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്ക, മോഹൻലാൽ എന്ന രണ്ട് വലിയ നടന്മാരുടെ ഇടയിൽ നിന്നാണ്. ഓസ്ലറിലും അങ്ങനെ പുതിയ പഠനങ്ങളുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ ഞാൻ മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്താ കാരണം എന്ന് പറയാം. കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സത്യമാണ്. പിന്നെ എനിക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അത് സമ്മതിച്ചത് അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ പറയും, ടൈറ്റിൽ ക്യാരക്ടർ എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത്. അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ല. അതിനപ്പുറം കസേര ഇട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്താ പേര് മറ്റേത്, അതിന് ഇല്ല പറയുന്നില്ല, കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ്. പിന്നെന്താ ചോദിച്ചു പറഞ്ഞു പുതിയതായിട്ട് അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുമല്ലോ. ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തില് എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു കൃഷ്ണ. എനിക്ക് പറയാൻ ഒരു പേര് വിളിക്കുന്നുണ്ട്, കൃഷ്ണദാസ്. ജയറാമേട്ട കൃഷ്ണദാസ് വിളിച്ചിട്ട് നമുക്കത് കേൾക്കുമ്പോൾ അവൻ്റെ കൃഷ്ണദാസ് ആണ് വിളിക്കുന്നത്. പോലീസുകാരോ കൃഷ്ണ ഗുരുവായൂരപ്പാന്ന് വിളിക്കുമ്പോൾ കൃ കറക്റ്റ് വരും അല്ലേ ജയറാമേട്ട? കൃഷ്ണദാസ് വിളിക്കുമ്പോൾ കൃ വരില്ല. അതാണ് പറയാൻ വന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് ഇപ്പം കാതിൽ കണ്ടിറങ്ങിയ പ്രേക്ഷകര് ഒന്നടക്കം പറഞ്ഞ സംഗതി ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്നോ. ഇപ്പൊ ഓസ്ലറിനെ തന്നെയാണെങ്കിൽ സ്പോയിലർ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നേരെ മറിച്ച് സണ്ണി ലിയോണുമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിച്ചു. അത് വേറൊരു വിഷയം. അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത, അതിലേക്ക് കടക്കുന്നില്ല എങ്കിലും, അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത പല സംഗതിയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മെഗാസ്റ്റാർ ചെയ്യുന്നത്? അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. ഓരോരുത്തർക്ക് അവരോരോ താല്പര്യം. ഞാനും മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുമല്ല. എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചു. ഈ കാതൽ പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരെന്തെന്ന് പറഞ്ഞ സിനിമയിലെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയിട്ട്. അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ്, അതിന് മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ്, ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ്. ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ജയറാമിന് വീട്ടിലെ വ്യക്തിബന്ധം എന്ന് പറയുന്നത്, ജയറാം സിനിമ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ച് രാവിലെ എന്നൊക്കെ വന്ന് കണ്ട് ഫോട്ടോ എടുത്താണ് എളുപ്പം കാലത്ത്. അതുപോലെ അപ്പോൾ ജയറാമിനോട് അന്നുമില്ല നമുക്കറിയാവുന്നില്ല. അപ്പം സിനിമയിൽ വന്നതിനോട് സന്തോഷം ഉണ്ടായിരുന്നു അന്നൊക്കെ. പിന്നെന്താ ഇന്നലെയൊക്കെ വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസിൽ. അപ്പോൾ പടം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്ന് നിർത്തി വെച്ചാൽ ഇതിൽ മമ്മൂട്ടി സർക്കാർ അപ്പടിയാ. അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ ആണ് എന്താ മുമ്പ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും കാരണം ഉണ്ടാവും. ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പടം കാണാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. நீங்க மம்முக்க சார் வந்து ரொம்ப கிரவுண்டடாக ப்ரெசென்ட் பண்ணியிருக்கீங்க பேரந்தில் இல்லை குழுவில் எல்லாம். இந்த படத்தில் வந்து ரொம்ப சினிமேட்டிக்காக ஒரு செலிப்ரேட்டடாக ஒரு ஷார்ட்ஸ் எல்லாம் வச்சு ஸ்டைலைஸ்டாக பண்ணியிருக்கீங்க. ஸோ அதோட அப்ரோச் எப்படி இருக்கு? பேரந்திலையும் குழுவிலும் வந்து ரொம்ப கிரவுண்டடாக சார் ப்ரெசென்ட் பண்ணியிருக்கீங்க. ஓஸ்லரில் வந்து ஒரு ஸ்டாராக வந்து ப்ரெசென்ட் பண்ணுற மாதிரி ஒரு செலிப்ரேஷன் இருக்குது. அந்த கூஸ் பம்ப்ஸ் இருக்குது, ஒரு அட்ரினாலின் இருக்குது. அந்த செட்டோட டைமை அந்த மொமெண்ட் எப்படி ரீக்ரியேட் பண்ணுறது? அதுதான் ஸ்கிரிப்ட் டிமாண்ட் பண்ணுறது தான். அந்த ஸ்கிரிப்டில் அந்த டிமாண்ட் இருக்குது, அது சாருடைய கேரக்டரைசேஷன் அந்த மாதிரி இருக்குது. ஸோ அதை எக்ஸ்ப்ளோர் பண்ணுறது தான். அது இன்ஃபேக்ட் நீங்கள் பேருந்து பார்த்தீங்கன்னா
சாரோட கேரக்டரைசேஷன் தான் பண்ணுவோம். அது எல்லாமே ஸ்கிரிப்டில் கேரக்டரைசேஷன் டிமாண்ட் பண்ணுற விஷயங்கள் தான் அப்படி பண்ணுறது. அது இன்ஃபேக்ட் நண்பர்கள் நேரத்து மயக்கம் சாரோட பார்த்தீங்கன்னா கம்ப்ளீட்லி வேற ஒரு பெர்ஸ்பெக்டிவ் இருப்பாங்க சார். எனக்கே பிரேமில் பார்க்கும்போது எனக்கு சொல்லிட்டு சார்கிட்ட சொல்லிகிட்டே இருப்பாங்க. இன்ஃபேக்ட் இந்த இதுலேயுமே நான் சார்கிட்ட போயிட்டு எக்ஸாக்ட்லி சொல்லிகிட்டே இருப்பேன். ஏன்னா இன்னும் கூட இது பண்ண முடியல. சார்கிட்ட ஒரு மேட்சிங் இருக்குது எப்படி எங்கே தெரியல. நாட் ஒன்லி கேமரா, சாருடைய அந்த இருந்த மாபெரும் அது இன்னொரு விஷயம் சொல்லுறேன். ஜெயராம் சார் அதே மாதிரி அந்த காம்பினேஷன் சீக்வன்ஸ் எடுத்துகிட்டு இருக்கும் போதெல்லாம் வந்து பார்த்தீங்கன்னா செட்டில் என்னால் ஒவ்வொரு செகண்டும் நான் ஆச்சரியமாகவும் அதை என்ஜாய் பண்ணிகிட்டே இருக்கு. எனக்கு மனசு மைண்டு அந்த விஷயங்கள் அது ரெண்டு பேரும் அவ்வளோ இதுவாக இருக்கும் அதில் அந்த சீக்வன்ஸ் பண்ணும்போது. எல்லாமே கேரக்டரைசேஷன் சாரோட ரெண்டு பேருடைய எல்லாம் சேர்ந்து தான். ചേട്ടാ നമസ്കാരം. ചേട്ടാ ചേട്ടൻ്റെ സിനിമകളെല്ലാം നോക്കുമ്പോൾ തന്നെ ഒരു നിതിൻ മാനുവൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പക്ക ഡിസ്റ്റർബൻസ് ഉള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ നോസറിൽ നോക്കുമ്പോൾ ഒരു ക്രൈം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരു കുറച്ച് വയലൻസ് ഉണ്ടായിരിക്കണോ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമുണ്ടോ. പക്ഷേ ഓസറിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു വയലൻസ് ഇല്ല, വേറൊരു പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു ഇത് പിടിക്കാൻ കാരണം എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ ക്രൈം ചെയ്യുമ്പോൾ അതൊരു വേറൊരു ട്രാക്ക് നോക്കാൻ കാരണം എന്താണ്? ഇത് ഡോക്ടർ വന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഇമോഷണൽ കഥയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ അഞ്ചാം പാതയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തത്. വേറെ തരത്തിൽ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ട്രെയിലർ വിട്ടപ്പോൾ ഞാൻ അതിനകത്ത് വലിയൊരു കാർഡ് വെച്ചിരുന്നു, ഞാൻ ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന്. അത് മാത്രം ആരും കണ്ടില്ല. ഞാൻ അതിനുശേഷം എല്ലാ പോസ്റ്റിലും ഞാൻ പറയുമ്പോൾ ഇമോഷണൽ ഞാൻ അഞ്ചാം പാതിര അത് നമ്മളെല്ലാവരോടും പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കുകയാണ്. ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഭൂതകാലം വേട്ടയാടുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റർ, ഭൂതകാലം ദുരന്തമായി മാറിയ അതെ അതിനകത്ത് ഭൂതകാലം വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരു പ്രതിനായകൻ. പിന്നെ പടത്തിൽ തന്നെ വലിയൊരു ഡയലോഗ് കടമെടുക്കാൻ അനീതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പകരം ചോദിക്കാൻ ഇറങ്ങുന്നവരുടെ മുന്നിൽ തെറ്റുകൾ ഉണ്ടാവില്ലോ, ശരികൾ മാത്രമേ കാണൂ. ആ പരിപാടിയിലാണ്, അതാണ് ഈ സിനിമ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ഇമോഷണൽ ഡ്രാമ സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ അത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് നമുക്ക് ടെൻഷനായിരുന്നു. കാരണം വരാൻ പോകുന്ന യൂത്ത് എന്ത് കൺവിക്ഷനോട് കൂടിയാണ്, എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോസ്റ്റ് ഇട്ടതുപോലെ 150-ൽ പരം എക്സ്ട്രാ ഷോസാണ് കേരളത്തിൽ അങ്ങോളം കളിച്ചത്. അപ്പോൾ അഞ്ചാം പാതിര ചെയ്തിട്ടുണ്ട്, ആടുപൂജ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അതിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികമായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ 3 ഇരട്ടി വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ വൈകുന്നേരമായപ്പോഴത്തേക്കും പടം. ഇതിൻ്റെ പ്രധാന കാരണം തേനി സാർ പറയുന്ന പോലെ ഇന്ത്യവിൻ മാബെരും നടികർ, അത് ക്യാപ്ഷൻ ഫാന്റസി മിസ്റ്റർ തേനിക്ക് സ്വന്തമുണ്ട്. തേനി സാർ ഇടയ്ക്കിടയ്ക്ക് പറയും അവർ മാബെരും നടികർ താ എന്നിടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ ഇവരെ ഒരുമിച്ചൊരു സിനിമയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചില ഇലക്ട്രിഫൈങ് മൊമെന്റ്സിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം അത് പ്രേക്ഷകർക്കുണ്ട്. കാരണം മലയാളികൾക്ക് ജനാമേട്ടൻ പറഞ്ഞ പോലെ കാനനവാസത്തിന് പോയി എന്ന് പറഞ്ഞാൽ തെലുങ്കിലും തമിഴ് മാത്രം നമ്മൾ വിജയ് മഹേഷ് ബാബു എന്നൊക്കെ പറയുള്ളൂ. അത് കണ്ടില്ലേ, അതാണ്. അപ്പോൾ അതെ, അത് വന്നു. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ജയറാമേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അതിൽ മമ്മൂക്ക ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു കൗതുകം ആഘോഷിക്കാൻ ഒരുപാട് പ്രേക്ഷകർ എത്തുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഡോക്ടർ പറഞ്ഞ കഥയിലെ ആ ഡ്രാമ പാർട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. മലയാളിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളായ മലയാളിക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങളായി പച്ചക്കറി, അരി മുതലായ സാധനങ്ങളൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നത് പറയുന്ന പോലെ ജയറാമേട്ടൻ തിരിച്ചു കൊണ്ടുവന്നത് വിധിച്ചിട്ടുണ്ട്. ഏറ്റവും ആവശ്യമായിരുന്ന മലയാളത്തിലേക്ക് ആവശ്യമായിരുന്ന ഒരു അരി പച്ചക്കറി പാക്കേജ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാതെ വേണമല്ലോ.
അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗ്രിപ്പിംഗ് ആയ ഒരു കഥ വേണം, അല്ലെങ്കിൽ എന്താണ് ശരിക്കും അത് അദ്ദേഹത്തിന് തീരുമാനം വരുന്നതോ, അദ്ദേഹത്തിന് തീരുമാനം വരുന്നത്. അദ്ദേഹം അങ്ങനത്തെ ഒരു കഥ കിട്ടിയാലേ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് ഈ എന്നോട് കഥ പറയുന്നത്, ഞാനത് ജയറാമേട്ടനോട് പറയുന്നത്. പിന്നെ ആ പ്രൊജക്റ്റ് അങ്ങനെ അനുദിനം വലുതാവുകയായിരുന്നു. നല്ല ടെക്നീഷ്യന്മാർ, നല്ല ആർട്ടിസ്റ്റുകൾ, പിന്നെ ഈ പിന്നിലിരിക്കുന്ന പടം കണ്ടവർക്കറിയാം, പിന്നിലിരിക്കുന്ന മുതലുകളെല്ലാം പടത്തിൽ അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞ പോലെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇരിക്കുന്നത്. എല്ലാം ചേർന്ന് നന്നായി വന്നൊരു സിനിമയാണ് അബ്രഹാം ഹോസ്റ്റൽ. ചേട്ടാ, പടത്തിന്റെ അവസാനം നമ്മുടെ ഹോസ്റ്റലിന്റെ വേറൊരു മോഡാണ് കാണിക്കുന്നത്. അതെ. അപ്പം സെക്കൻഡ് പാർട്ടിൽ വേറൊരു, ഫസ്റ്റ് പാർട്ട് ഇമോഷണൽ ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് വേറൊരു ലെവലിലുള്ള ഹോസ്റ്റലിനെ എല്ലാം സാധിക്കും. ഞാൻ അതിനൊരു കാർഡ് വെക്കും, നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് വന്നാൽ മതി അടുത്തൊരു പാട്ട് വരുമ്പോൾ. നമുക്ക് ഇവിടെ ഇന്നലെ ഈ സിനിമ ഹിറ്റടിക്കുന്നു. ഇന്നലെ തന്നെ മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ ടീച്ചർ ഇറങ്ങുന്നു. എന്താ മമ്മൂക്ക, ഒരു രക്ഷയില്ലാത്ത ടീച്ചർ എടുക്കും. ഗംഭീരം ഒരു ഗെറ്റപ്പ്. അതേക്കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് നമുക്ക്. അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ്. ഫസ്റ്റൊക്കെ ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അതുപോലെ പറയാം, നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു, അതൊക്കെ എനിക്ക് പേടി. പ്രതീക്ഷിക്കും തീരണ്ടേ, നമുക്കത് സമയം ഇങ്ങോട്ട് പറയാം. തീർച്ചയായിട്ടും ജയറാമേട്ട ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യങ്ങൾ ചോദിക്കുകയാണ്. മമ്മൂക്ക പറഞ്ഞു, വീണ്ടും ജയറാമേട്ട ഉറപ്പിച്ചത് ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കാവെന്ന് അഭിനയിച്ചത്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോട്ടോ എടുക്കാമെന്ന കഥ. ആ ഒരു കഥ ഉണ്ട്, ഞാൻ ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തിട്ടു. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ആദ്യം ഫോട്ടോ എടുത്ത കഥ. ആദ്യം നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട്. അൻസാർ ഞങ്ങളുടെ ഇവിടെ കലാഭവനിൽ അൻസാറിന്റെ വീട്ടിൽ പോയി അൻസാറിന് ഞാൻ പല ദിവസങ്ങളും ചോദിക്കും, ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി, കൂടെ എടുക്കും. അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നമുക്ക് ഷൂട്ടിങ് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കാലത്ത് 6:30 മണിക്ക് വീടിൻ്റെ മാർക്ക് പോയി. അപ്പോൾ കൊണ്ടുപോയി ഇപ്പം കലാഭവനിലെ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഫോട്ടോ എടുത്തു. അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാൻ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മമ്മൂക്ക വരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു. ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്ന് കാര്യം ഉറപ്പിച്ചപ്പോൾ അപ്പോഴും ഓർമ്മയുണ്ട്, അൻസാറിൻ്റെ കൂടെ വന്നാണല്ലേ എഴുതി വെച്ചു. അങ്ങനെ അവിടെ പോകുന്നു. അങ്ങനെ ഒരുപാടുണ്ട്. അതിപ്പോഴും ഈ നമുക്ക് ഇവിടെ എടുക്കാം. കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഈ ഒരു ഏജിലും എനിക്കൊന്നുമില്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ്സ് ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഒരു എനർജി എവിടെ നിൽക്കും? അതന്നെ ഈ ഒരു പറഞ്ഞ് ശീലിച്ചു വരും. ഇതാണ് എനർജി. എൻ്റെ മുമ്പിൽ കാണുന്നത് കൊണ്ട് എൻ്റെ എനർജി. നമുക്ക് ഭീഷ്മർ ഇറങ്ങിയ ടൈമില് നമുക്ക് അടുത്ത് ചോദിച്ചു, ഈ പടം തിയേറ്ററിൽ ഇളക്കി മറിക്കുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ടർബോ തിയേറ്റർ ഇളക്കി മറിക്കും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങളിപ്പോൾ പറയില്ല, കടുത്ത തീരുമാനത്തിലാണ്. വലിയ ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക, അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക. അദ്ദേഹം ഒരേ സമയം കാതലും കൺട്രോൾ സ്ക്വാഡ് കണ്ട് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നുള്ളതാണ്. ഈ ചുറ്റും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. വിശ്വപർവത്തിന് ശേഷം 2000 ശേഷം സംസാരിക്കുന്ന പ്രധാന നടന്റെ തെരഞ്ഞെടുപ്പായി പറയുന്നത് മമ്മൂക്കയാണ്. ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രത്തെ സമീപിക്കാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ട്. 42 വർഷമായി സിനിമയിൽ. ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വയ്ക്കില്ല. അങ്ങനെ ഈ ഭാരം ചുമക്കുന്ന സുഖമാണ്. അതെ. അല്ല, എൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ 3 ദിവസമായിട്ട് അവിടെ ആയിരുന്നു. വേറെ ഡേറ്റുകൾ ചോദിക്കുന്നത്. ജയറാമേട്ടൻ കരിയർ തുടങ്ങി ഈ നിമിഷം വരെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കുടുംബ പ്രേക്ഷകരാണ്. കുടുംബ പ്രേക്ഷകരാണ്. ഇപ്പൊ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലെ പോലെ തന്നെ അല്ലെങ്കിൽ രാജസ്ഥാൻ ചിത്രങ്ങളെ പോലെ തന്നെ ഒരു കുടുംബ പ്രേക്ഷകരിൽ അതുപോലത്തെ ക്യാരക്ടേഴ്സാണ് ജയറാമേട്ടൻ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം മലയാളത്തിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റോള് ചെയ്യുമ്പോൾ ജയറാമേട്ടൻ എപ്പോഴെങ്കിലും ഒരു ടെൻഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു? ഒരു കരിയർ മാറ്റി പിടിക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല. ഒരു 88-ലൊക്കെ ഞാൻ തുടങ്ങുന്ന ആ ടൈമിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ എന്നും ഒരു
എന്താ പറയുക, അഭിമാനത്തോട് പറയുന്നത്. പത്മനാഭൻ സാറിൽ തുടങ്ങി ഭരതേട്ടൻ പോലെയുള്ള ശശിയേട്ടൻ പോലുള്ള സിബിയെ പോലുള്ള കമലിനെ പോലുള്ള സത്യനന്ദിക്കാടിനെ പോലുള്ള എത്രയോ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ, ലോഹിദാസിനെ പോലെ, ശ്രീനിവാസിനെ പോലെ എത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സിൻ്റെ കൂടെ, അങ്ങനെ ഏകദേശം ഒരു 20-25 വർഷത്തോളം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. അത്ര മനോഹരമായിട്ടുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സിനിമയും കാലഘട്ടങ്ങളും സിറ്റുവേഷനും എല്ലാം മാറി വരുന്നൊരു സമയമാണ്. സിനിമ ആസ്വാദകർ മാറി വരുന്ന സമയമാണ്. പുതിയൊരു ജനറേഷൻ രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ പുറമേ ഒന്ന് മാറി നിന്ന് സത്യമായിട്ട് ഒന്ന് വാച്ച് ചെയ്യരുത്, എന്താണ് വരുന്ന മാറ്റങ്ങൾ, ഇനി ഒരു എങ്ങനത്തെ സിനിമയിൽ കൂടെ തിരിച്ചു വന്നത് നന്നായിരിക്കുന്നു. അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് മിഥുൻ എന്നെ തേടി വന്നത്. അതേപോലത്തെ ഒരു സിനിമ എനിക്ക് കിട്ടിയത്. അനശ്വര ഇപ്പോൾ കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നേര് എന്ന് പറയുന്ന സിനിമ അത്രയും വലിയൊരു ഹ്യൂജ് സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ലാലേട്ടനെ പോലത്തെ ഒരു ക്യാരക്ടർ കൂടെ തന്നെ ത്രൂ ഔട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് ഓസ്ലറാണെങ്കിലും മമ്മൂട്ടിയെ പോലെ തന്നെ അല്ലെങ്കിൽ ജയറാമേട്ടനെ പോലത്തെ 2 സൂപ്പർ സ്റ്റാറുകൾ അവരോട് കോമ്പിനേഷൻസ് ഇല്ലാന്നുണ്ടെങ്കിലും അവരുടെ സിനിമകളുടെ ഭാഗമാകുന്നു. ഇനി വരാനിരിക്കുന്ന സിനിമകളാണെങ്കിൽ വലിയ വലിയ സിനിമകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ how do you feel right now this moment? Gratitude. I feel so happy. ഞാൻ ഇന്നലെ നമ്മുടെ മൈതാനവേദിയിൽ ഫസ്റ്റ് ഡേ ഷോ കാണാൻ പോയപ്പോഴും തൊട്ടപ്പുറത്ത് നേരും ഒന്നും ഇപ്പുറത്ത് ഓസ്ലറിൻ്റെ ഫസ്റ്റ് ഡേ ഷോ കയറാണ്. അപ്പോൾ രണ്ടും പ്രേക്ഷകർ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അത്രയും നല്ല ക്രൂവിൻ്റെ കൂടെ, നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ, നല്ല ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ, ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അവരെ മീറ്റ് ചെയ്യാൻ പറ്റി, അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ് ഈ മൊമെൻറ്റ്. താങ്ക് യു. ജയറാമേട്ട നമ്മുടെ മലയാള സിനിമയിൽ കമലഹാസനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജയറാമേട്ടൻ. കട്ട്ലൈഫ് എന്ന സിനിമയിൽ മലയാളത്തിൽ നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു. ജോജി ജോർജ്, ഐശ്വര്യലക്ഷ്മിയൊക്കെ. അപ്പം ജോജി ജോർജ്, ഐശ്വര്യലക്ഷ്മിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ജയറാമേട്ടൻ ഉണ്ടാവുമോ തട്ട് ലൈഫിൽ? നമ്മൾ പ്രതീക്ഷിക്കാം അങ്ങനെയൊക്കെ. ഇത് മണിരത്നം തട്ട് ലൈഫിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് പറയാറായിട്ടില്ല. ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിൻ്റെ തുടക്ക ഡിസ്കഷൻ സമയത്തൊക്കെ ഓഫീസിൽ ഞാനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടെന്നുള്ളതാണ് വിശ്വാസം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഇതുവരെ കൺഫേം ആയിട്ടില്ല. വിധിച്ചേട്ട സിനിമകളെല്ലാം മെയിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം മിഥുൻ മാലുവിൻ്റെ ഏപ്പടങ്ങൾ എന്നൊരു ടാഗ് ലൈൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്താണ് തോന്നുന്നത്? അത് ഇനി 5-ാം ഭാഗത്തിൽ ഞാനത് ആക്ച്വലി മാറ്റാൻ വേണ്ടി ഒരു പേര് തപ്പി ലാസ്റ്റ് പല പേരിട്ടു. ഒരു തരത്തിൽ നടപടിയിൽ അസുരൻ എന്നൊരു പേര്, അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് എയിലേക്ക് വന്നു. ലാസ്റ്റ് 5-ാം ഭാഗം എന്നുള്ള പേര് ഫൈനലായിട്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഏപ്പടങ്ങളെ ചെയ്യുന്നു. ആക്ച്വലി ഇടയ്ക്ക് ഞാൻ ചോദിച്ചാൽ ശരിക്കും ഒരു ഏപ്പടം ചെയ്ത് നോക്കിയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. അതും ആ പരീക്ഷത്തിൽ പോലും ചിലപ്പോൾ മുതലെന്നേക്കാം. അതിൻ്റെ പേരപ്പോൾ വെറും ഏത് മാത്രമേ ഉണ്ടാവും. എന്നാൽ ഇനി ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമകൾക്കൊക്കെ ഏത് തന്നെ ആയിരിക്കും പേരിടുക. അതെന്തായാലും തീരുമാനിച്ചു. എങ്ങനെയെങ്കിലുമൊക്കെ തപ്പി കണ്ടുപിടിച്ചത് ഏഴുള്ള പേര് കണ്ടുപിടിക്കും. ഡോക്ടർ വേറെ പേരുമായിട്ടാണ് വന്നത്. അപ്പോൾ അബ്രഹാം മോസ്ലർ ക്യാരക്ടറിന്റെ പേര് കിട്ടുമ്പോൾ സന്തോഷമായി. അതല്ലേ ഈ പടത്തിന്റെ പേര് കിടക്കുന്നത്. അങ്ങനെ എടുത്തിട്ടാണ് അബ്രഹാം മോസ്ലർ. പറയില്ല. ജയറാമേട്ടനോടൊപ്പം അല്ലെങ്കിൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഇതിലെ ജഗദീശ്വരൻ. അദ്ദേഹം ചെയ്തിട്ട പെർഫോമൻസ്, അദ്ദേഹം കരിയറിൽ റീഡിഫൈനിങ് തന്നെ നടത്തിയിട്ടുണ്ട് ക്യാരക്ടർ റോൾസ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സീൻസ് അല്ലെങ്കിൽ അതെടുക്കുമ്പോൾ അദ്ദേഹം ഇതുവരെ കാണിക്കാത്ത കുറേ റിയാക്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. ജഗദീശ്വരനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വേർഷനാണോ പ്രതീക്ഷിച്ചത്? തീർച്ചയായും ഇതുപോലൊരു വേർഷൻ പ്രതീക്ഷിക്കാവുന്നൊരു നടൻ തന്നെയാണ് അദ്ദേഹം. എനിക്ക് കോമ്പിനേഷൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ ഇങ്ങനെ വന്നപ്പം ട്രൂലി അതിനകത്ത് നമുക്ക് ജയറാമേട്ടൻ, ജഗദീഷ് ചേട്ടൻ അവരൊക്കെയുള്ള കോമ്പിനേഷനൊക്കെ വർക്കൗട്ട് ചെയ്തപ്പോൾ ദാറ്റ് വാസ് ആക്ച്വലി ഡയറക്ടേഴ്സ് ഡിലൈറ്റ്. എന്താണെന്ന് വെച്ചാൽ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭിക്കാവുന്നതിലെ മികച്ച ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായ കാര്യമാണ് ഇതിലെ അല്പം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പിന്നിലിരിക്കുന്ന പിള്ളേർ അവർ ഗംഭീരമായിട്ട് അവർ കൊടുത്ത വേഷങ്ങൾ കൊടുക്കും. അപ്പം 2 കാലത്തും എനിക്ക് ഈ പറഞ്ഞ പോലെ 2 കാലത്ത് പടം ചെയ്തപ്പോഴും ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ കഥാപാത്രങ്ങളായിട്ട് എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു. എൻ്റെ അദ്ദേഹത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് ഞാൻ മോണിറ്ററിൽ കണ്ടു. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഈ പടത്തിലെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവയാണ്. ഒരുപാട് നല്ല പെർഫോമൻസുകൾ ഒപ്പിയെടുക്കാൻ സാധിച്ചു. ഇപ്പം ഒരു ഗ്യാപ്പിനെ കുറിച്ച് പലപ്പോഴായി പലവട്ടം നമ്മളെല്ലാവരും മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്.
അപ്പം ജയറാമേട്ടൻ എന്നൊരു നടൻ, ഒരു താരത്തിന് ബേസിക്കലി ഈ ഗ്യാപ്പ്, ഒരു എന്താ നല്ല കഥാപാത്രത്തിനുള്ള ഒരു ദാഹം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കും ചെയ്യണം. ഇവിടെ മമ്മൂക്ക പെർഫോം ചെയ്യുന്നു, അങ്ങനെ പലതായിട്ട് പലപ്പോഴായി നടക്കുന്നുണ്ട്. ഇപ്പം പുതുകാലഘട്ടത്തിലെ ടെക്നീഷ്യന്മാര് ജയറാം എന്നൊരു നടനെ കൃത്യമായി യൂസ് ചെയ്യുന്നില്ലെന്ന് പലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, അതുകൊണ്ടാണ് ഞാനായിട്ട് തന്നെ മാറി നിന്നത്. ഒരേ സർക്കിളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി നമ്മളും അറിയില്ല എന്താ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനായിട്ടെടുത്ത തീരുമാനമാണ് മാറി നിന്നത്. പക്ഷേ ജോലി മറ്റു ഭാഷകളിലൊക്കെ ഉണ്ടായിരുന്നു, തമിഴിലും തെലുങ്കിലും കന്നഡത്തിലുമൊക്കെ 360 ദിവസം ജോലി ചെയ്യാനുള്ള സിനിമകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ സ്വന്തം മലയാളത്തിൽ അങ്ങനെ ഒരു ഇതോടുകൂടി വരണമെന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് സംഭവിച്ചില്ല. അത് ജയറാമേട്ടൻ ഇവിടെ അതേപോലെ ഈ അഞ്ചാം പാതിര എന്ന് പറഞ്ഞ ചിത്രത്തിന് ശേഷമാണ് ചാക്കോച്ചൻ അതുവരെ ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് പിന്നീട് വന്നത്. അപ്പം ഈ എബ്രഹാം ഓസ്ലറിന് ശേഷം ജയറാമേട്ടൻ്റെ മറ്റൊരു ബേസിലുള്ള മുഖം മലയാളികൾക്ക് ഇനിയും തുടർന്ന് കാണാൻ സാധിക്കും. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ വേറൊരു കഥ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന വ്യക്തി. അപ്പൊ തീർച്ചയായിട്ടും അത് എന്നെ വെച്ച് തന്നെ ആലോചിക്കുന്നുള്ളതാണ് ഇനി എൻ്റെ വിശ്വാസം. ഞാൻ പോയില്ല. പടം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് ജയറാമേട്ടൻ അവരെ വിളിച്ചു കോൾ ചെയ്തു, നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം അടുത്ത ദിവസങ്ങളിൽ കാണാവുന്നൊരു ഉറപ്പ് അവർക്ക് നൽകി. അപ്പൊ എങ്ങനെയാണ് ഈ ഫാൻസിന്റെ പ്രവർത്തനങ്ങൾ നോക്കി കാണാറുണ്ടോ, അവരെ വീക്ഷിക്കാറുണ്ടോ? അയ്യോ, തീർച്ചയായിട്ടും. നമ്മളെ സ്നേഹിക്കുന്ന കുറേ കുട്ടികൾ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ അവരുടെ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെയാണ്. കഴിഞ്ഞ അവർക്കൊരു സന്തോഷിക്കാനുള്ള സിനിമ 3-4 വർഷമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഓരോ തിയേറ്ററിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വിജയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ വിജയ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ബ്രേക്ക് ചെയ്യാം, ഫോൺ വിളിച്ച് എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷം ചെയ്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരും തിയേറ്ററിൽ പാലക്കാട്, എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം എല്ലാ സ്റ്റേഷൻസിനും അവർ വിളിച്ചിട്ട് അവരായിട്ട് സംസാരിക്കുകയും അതിൽ ഏറ്റവും വലിയ സന്തോഷം. ജയറാമേട്ടൻ പറഞ്ഞതുപോലെ ഈ കുടുംബ ചിത്രങ്ങൾ ജയറാമേട്ടനെ എപ്പോഴും കുടുംബ പ്രഷറായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കുടുംബ ചിത്രം അഭിനയിച്ചുകൊണ്ടത് ജയറാമേട്ടൻ തന്നെയാണ്. ആ അത്തരം ഒരു കുടുംബ ചിത്രങ്ങൾ ഇപ്പോൾ മലയാള സിനിമയിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ജയറാമേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ സിനിമകൾ വരുന്നുണ്ട്? അല്ല, എല്ലാം ബേസിക്കലി കുടുംബ സിനിമകളാണ്. അതിൻ്റെ ഒരു പാറ്റേൺ മാറിയതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ ഓസ്ലർ എന്നുള്ള സിനിമ എടുത്തോളൂ, ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. നിങ്ങൾ തന്നെ കണ്ടു കാണും. ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് ഫസ്റ്റ് ഷോ തൊട്ട് എന്തോരം ഫാമിലികളാണെന്നറിയാം. ഫുൾ ഒരു കുടുംബ സിനിമയ്ക്ക് വരുന്ന ഫാമിലിയാണ് എല്ലാവരും. ഇന്ന് തന്നെ ബുക്കിംഗ് ഉള്ള എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുള്ളത് മുഴുവൻ ഫാമിലി ക്രൗഡാണ്. അപ്പോൾ അത് ഇന്ന് സിനിമ വേറെ രൂപത്തിലേക്ക് മാറിയതേ ഉള്ളൂ. എന്തൊരു ഇമോഷണൽ ആയിട്ടുള്ള സിനിമയാണ് ഇതും. ഒരു നല്ല കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥ പറയുന്ന കഥ തന്നെയല്ലേ. ചേട്ടാ, ഇപ്പോൾ ജയറാമേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫാസിൽ ഉൾപ്പെടെയുള്ള സംവിധായകർ ജയറാമേട്ടനായിട്ട് പടം ചെയ്യാത്തതിൻ്റെ കാരണം ഇദ്ദേഹമായിട്ട് ഒരു സിനിമ ചെയ്താൽ തുടരെ എല്ലാ സിനിമകളും ഇദ്ദേഹമായിട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെ കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓസ്ലറിൻ്റെ തുടർന്നുള്ള പതിപ്പുകളല്ലാതെ ഒരു ജയറാം ജിതിൻ മാനുവൽ ഈ പറഞ്ഞ ആട് പോലെയോ അല്ലെങ്കിൽ ഈ ആന്തരികരിപ്പിലാണെങ്കിൽ പോലെ എന്റർടൈനർ ആ സ്വഭാവമുള്ള സിനിമകളോടും കൂടി അദ്ദേഹമായിട്ട് ചേർന്നുണ്ടാക്കാം. ഒരു ബുക്കിംഗ് അവരാ എനിക്ക് കൊടുത്തിരിക്കുന്നത്. ജയറാമേട്ടൻ വെച്ച് കോമഡി ഫ്ലേവറുള്ള സിനിമ ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ആഗ്രഹം. അത് അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായ എഴുത്തുകാരുടെയും പ്രഗത്ഭരായ സംവിധായകരുടെയും കൂടെ നമുക്ക് മറക്കാൻ പറ്റാത്ത സിനിമകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാക്കിലേക്ക് ഞാൻ കയറി അത്തരം സിനിമകളോട് മത്സരിച്ച നടപടിയാവില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന, എന്നെക്കൊണ്ട് എടുത്താൽ പോകുന്ന, എൻ്റെ കംഫർട്ട് സോണിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കോമഡി അല്ലാത്ത സിനിമകൾ ഇദ്ദേഹത്തെ വെച്ച് ഞാൻ ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആഗ്രഹം. കണ്ടിട്ടില്ലാത്ത ജയറാമിനെ പോസ്റ്ററിൽ വന്ന പോലെ മറ്റൊരു രൂപത്തിൽ ഭാവത്തിൽ അവതരിപ്പിക്കും. അപ്പോൾ അത് തീർച്ചയായും 100% ഉണ്ടാകും. ഒരു റൈറ്റർ എന്ന രീതിയിൽ ഇപ്പോൾ ഏറ്റവും അധികം പീക്കിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മിഥുൻ മാനുവലിനെ പറ്റി സംസാരിക്കുന്നത്. മിഥുൻ മാനുവൽ സിനിമ ആയതുകൊണ്ട് ടിക്കറ്റ് എടുക്കാം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു റൈറ്റർ ഏറ്റവും ഒരു ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന റൈറ്റർ എന്നുള്ള പ്രിവിലേജ് എടുത്തുകൊണ്ടാണോ മമ്മൂക്കയെ പോലെ ഒരാളെ പ്രതിനായകനാക്കാനുള്ള തീരുമാനം? ഒരിക്കലും. ഞാൻ പറഞ്ഞില്ല, ആ കഥ വളരെ യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞതാണ്. വളരെ യാദൃശ്ചികമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ ചെയ്യട്ടെ. അത് നേരത്തെ പറഞ്ഞ ബാധ്യതയാവെന്ന് പറഞ്ഞതും എല്ലാം അക്ഷരം പ്രതി സത്യമാണ്. പിന്നെ ഇദ്ദേഹം എൻ്റെ ചെവി തിന്നാൻ തുടങ്ങി. ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചപ്പോൾ ഇദ്ദേഹം എൻ്റെ ചെവി തിന്നാൻ തുടങ്ങി. ചുറ്റും നിന്നവരൊക്കെ ചെവി തിന്നാൻ തുടങ്ങി. എനിക്കത് പേടിച്ചിട്ട് പാടില്ലായിരുന്നു. കാരണം അത് നമുക്കറിയാമല്ലോ, ആ ഒരു വേഷത്തിലേക്ക് മമ്മൂക്കയെ പോലത്തെ ഒരു വലിയ ആള് വരുമ്പോൾ ആ സിനിമയുടെ തന്നെ കോൺസെപ്റ്റേ മാറിക്കും, അതിൻ്റെ ക്യാൻവാസേ മാറിക്കും. ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകൾ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഒരാളല്ല.
അപ്പോൾ അതിൻ്റെ ഒരു ഭയം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ് നമുക്ക് കൊണ്ടുവന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് ആ സിനിമയുടെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷൻസിൽ ഒന്നായി മാറുകയും ചെയ്തു. അതിനകത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തുഷ്ടരാണ്. പിന്നെ പീക്കിൽ നിൽക്കുന്ന റൈറ്റർ അങ്ങനെയൊക്കെ പറയുമ്പം എൻ്റെ ഒരു ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലത് ഈ പറഞ്ഞ പോലെ ശരിയാവും, ചിലത് ശരിയാവില്ല, ചിലത് നന്നാവും, ചിലത് നന്നാവില്ല. ഞാൻ അങ്ങനെ ഇനിയും ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യും. ഒരു അടുപ്പിച്ചൊരു 4-5 പൊട്ടിയിട്ട് പ്രേക്ഷകൻ വീട്ടിൽ പോടാ എന്ന് പറയുന്നത് വരെ സിനിമ ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചിലത് വർക്കൗട്ടാവും, ചിലത് വർക്കൗട്ടാവും. ഞാൻ അങ്ങനെ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ വിജയങ്ങൾ മാത്രമേ എൻ്റെ കരിയറിൽ ഉണ്ടാവൂ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഫസ്റ്റ് പടം പൊട്ടിയിട്ട് തിയേറ്ററിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി പോകേണ്ടി വന്ന ഒരാളാണ്. അപ്പോൾ അതിൽ തന്നെ തുടങ്ങിയത് കൊണ്ട് അങ്ങനത്തെ പ്രതീക്ഷകളുടെ ഭാഗമൊന്നും എന്നെ ഭയപ്പെടുന്നു. എനിക്കെന്നെക്കുറിച്ച് അങ്ങനത്തെ വലിയ അമിത പ്രതീക്ഷകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിൽ സേഫാണെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഈ ചെറുപ്പകാലം അഭിനയിച്ച ഒന്നിനൊന്നൊരു പറയാതിരിക്കാമല്ലോ, തീർച്ചയായിട്ടും ഇവരെങ്ങനെയാണ് കണ്ടെത്തിയത്? എനിക്ക് തോന്നുന്നു ചിലവരൊക്കെ ഇത് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ചെറുപ്പം ഒന്ന് കണ്ടെടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെ ഉണ്ട് അല്ല ചേരാമട്ടെ, അത് കൃത്യമാണ്. അതെങ്ങനെയാണ് ഇവരെ കണ്ടത്? അതിന് ഞാൻ നന്ദി പറയേണ്ടത് ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പ്രിൻസ് ജോയി എന്ന് പറയുന്ന പ്രിൻസ് എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷം അദ്ദേഹം ഇൻഡിപെൻഡൻസ് അനുഗ്രഹീതനാണ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തു. അപ്പോൾ അവൻ്റെ അടുത്ത എഴുത്തുകെട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് വലിയ സിനിമ വരികയാണ്, ആശാൻ്റെ കൂടെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് വന്നു. കാസ്റ്റിംഗ് മൊത്തം അവൻ്റെ മണ്ടയ്ക്കോട്ട് കൊടുത്തു. അവനിങ്ങനെ ഓരോരുത്തരെ വെച്ച് തപ്പി പിടിച്ച് ഇവരാരെയും ഒരാളെപ്പോലും എനിക്ക് പരിചയമുള്ള ആളുകളോ ഞാൻ കാസ്റ്റ് ചെയ്ത ആളുകളോ അല്ല. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് പ്രിൻസിനുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് കാണിക്കും, ചേട്ടാ ഇത് മതിയോ, ഇത് ഓക്കെയാവും, ഞാൻ ഇത് ഓക്കെയാവും, അല്ലെങ്കിൽ അത് ഓക്കെയാവും. അത് എസ്ഓർമ്മ പറയേണ്ട ഒരു ഉത്തരവാദിത്വം മാത്രമേ എനിക്കുണ്ടായിരുന്നു. ഇവരൊക്കെ ഓരോരുത്തർ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് കണ്ട് അങ്ങനെ പ്രിൻസ് കൊണ്ടുവന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഒരു വർക്ക്ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമ്മൾ കാര്യങ്ങൾ നന്നായി ബ്രീഫ് ചെയ്ത് കൊടുത്തു. പിന്നെ പ്രിൻസ് ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ചെവിയിൽ ഭീഷണികളും തെറിവുകളും കേട്ടുകൊണ്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു. വധഭീഷണി വരെ ഉണ്ടായിരുന്നാണ് എനിക്ക് പിൽക്കാലത്ത് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ ജീവന്മാരുടെ പോരാട്ടമാണെന്ന് അറിയാം. കാരണം ഇത്രയും വലിയൊരു സിനിമ വരുമ്പോൾ പെർഫോമൻസ് ഒരു ഇഞ്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകാതിരിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അപ്പോൾ അവർ ഉൾക്കൊണ്ടും അവർ ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2 കാലഘട്ടത്തിലും ഗംഭീരമായ ആർട്ടിസ്റ്റുകളെ കിട്ടിയതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം എനിക്ക് ഈ സിനിമയിൽ അനുഭവിക്കാൻ പറ്റി. കേട്ടോ ഈ മാർവൽ സിനിമകളിലെ അതെ എന്നെ പോലും വെറുതെ വീട്ടിൽ ഒരു സെക്കൻഡ് നമുക്ക് വരും പിടിച്ചിരുന്നോണം എന്നോണം കേട്ടോ, അങ്ങനെ നിന്നോണം. സെറ്റിലൊരു തമാശ പറയാൻ പോലും സമ്മതിക്കില്ല. തമാശ പറയാം മതി 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 പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട്. അദ്ദേഹമാണെങ്കിൽ ആ കഥകൾ എല്ലാവരെയും പറയാനും ചിരിപ്പിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ പോയി മാറിയ തമാശ നമ്മൾ പിടിച്ച് തിരിച്ചുകൊണ്ട് പിടിച്ചോണ്ട് ഈ അവഞ്ചേഴ്സ് സിനിമകളിലൊക്കെ ഈ സ്റ്റാൻലി എന്ന് പറയുന്ന റൈറ്റർ ഒരു ക്യാമിയോ ചെയ്യുന്ന പോലെ വിധുചേട്ടൻ എല്ലായിടത്തും വിധുചേട്ടൻ ഡബ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ടാവും. അതൊരു നിർബന്ധമാണോ? ഇപ്പടത്തിൽ ആക്ച്വലി ഞാൻ ആ സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ പ്രിൻസ് ആയിരുന്നു എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് ഷോട്ട് വെച്ചത്. അതുകൊണ്ട് എനിക്ക് ക്ലോസപ്പ് തന്നില്ല. ആക്ച്വലി ഞാൻ ഡബ് ചെയ്തല്ലോ, ഞാൻ ആ സ്റ്റേജിൽ ഇരിപ്പോട്ട് ദൂരെ അത് പ്രസംഗമായിക്കൊണ്ട് കയറിക്കാറ് കേട്ടോ. ആത്യന്തികമായി സിനിമ സംവിധാനത്തെക്കാൾ എഴുത്തിനേക്കാൾ എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു കലാരൂപമാണ് പ്രസംഗം. പ്രസംഗം പറയാൻ വന്ന ഒരാൾ തക്ക സമയത്ത് തോന്നക്കര പഞ്ചായത്തിലെ രോണി മുഴുവൻ പെറുക്കാൻ പോയ ഒരു ഘട്ടത്തിൽ കയറേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഡബ് ചെയ്യണ്ട, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോക്ടറെ ഈ പറഞ്ഞ വയനാട്ടിലെ ഹോസ്പിറ്റലാണ്, ഇവിടെ ഓർത്തോയാണ്. അതെ. താങ്കളുടെ കൈപുണ്യം കാത്ത് ഒത്തിരി പേര് അവിടെ ഇരിപ്പുണ്ട്. ഈ സിനിമ ഇറങ്ങിയപ്പോൾ എന്താണ് പറയുന്നത്? ഒരുപാട് പേഷ്യൻസ് തന്നെ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ വിളിച്ചു കഴിഞ്ഞു, പേഷ്യൻസ് വിളിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട രീതിയിലാണ് പറയുന്നത്. ഞാൻ വേഗം തിരിച്ചു ചെല്ലാനാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് പേഷ്യൻസ് അവിടെ കാത്തിരിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? റൈറ്റർ ഈ മെഡിക്കൽ ടേംസ് വളരെ കൺവിൻസിംഗ് ആയി ഒരു കല്ലുകടി ഇല്ലാതെ അവതരിപ്പിക്കണമല്ലോ. നമ്മൾ ആദ്യമായിട്ടാണ് യാത്ര സബ്സ്റ്റൻസ് ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അപ്പൊ അത് കൺവിൻസിംഗ് ആയി എത്തിക്കാൻ വേണ്ടിയിട്ട് മിഥുനായിട്ടുള്ള ചർച്ചകൾ അതെങ്ങനെയായിരുന്നു? അത് തീർച്ചയായിട്ടും മിഥുനോടുള്ള ഡിസ്കഷനിൽ ഞാൻ ആദ്യം എഴുതിയ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഇതിൽ കൂടുതൽ മെഡിക്കൽ ജാർഗൺസും മെഡിക്കൽ വേർഡ്സും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് വന്നിട്ടുള്ള കഥയാണ് ഞാൻ ആദ്യം എഴുതി പോകുന്നത്. ആ രീതിയിലാണ് മിഥുനോട് പറഞ്ഞത്. അപ്പം മിഥുന് കുറേ കാര്യങ്ങൾ ഈ മെഡിക്കൽ ടേംസ് പലതും മിഥുനും എൻ്റെ കൂടെ ജോൺ മന്ത്രിക്ക് ഉണ്ടായിരുന്നു, മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ അപ്പം എനിക്ക് മനസ്സിലായി ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതൊക്കെ ഒഴിവാക്കി. പിന്നെ ഒരു മൂന്നാമതൊരാളോട് കഥ പറയുമ്പോൾ അവർക്കും അതിനകത്ത് കല്ലുകടിയായിട്ടുള്ള തോന്നുന്ന ഭാഗങ്ങൾ അങ്ങനെ ഒഴിവാക്കി. അതിനുശേഷമാണ് ഈ ഫൈനൽ ഡ്രാഫ്റ്റ് നമ്മൾ എത്തുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് കുറേ കഥ പറഞ്ഞു തന്നെയാണ് കോമൺ മാൻ്റെ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ.
ഒരു ത്രില്ലറിന് കൊടുക്കുന്നതിനപ്പുറത്ത് കുറച്ച് ഈ അഡ്രിനാലിൻ റഷൊക്കെ തരുന്ന പോലത്തെ ഒരു സംഭവമാണ് പിടിച്ചിരിക്കുന്നത്. ഇവൻ ഇപ്പോൾ ജനമേണ്ട ഒരു സ്റ്റൺ സീക്വൻസിന്റെ ബാക്കിംഗ് ഒരു ഗംഭീരമാണ്. ഇപ്പോൾ റോഷാക്കിൽ നിന്ന് മാറി ഇവിടേക്ക് വരുമ്പോൾ എന്താണ് മ്യൂസിക്കിൽ പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചത്? മ്യൂസിക്കില് ബേസിക്കലി ഒരു ത്രില്ലറിന്റെ ബേസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ച്. ബിക്കോസ് ഞാൻ പറഞ്ഞു, മിഥുൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഒരു പോയിന്റ് നമ്മൾ ഡിപ്പ് ചെയ്യും. ഇപ്പൊ ഇമോഷണൽ സീക്വൻസിലാണെങ്കിൽ പോലും ആൾക്കാർ സ്ക്രീനിൽ നിന്ന് മാറാതെ ആ ഒരു ഫീലിൽ നിന്ന് പുറത്തു വരുന്നത്, ഫോൺ ചെക്ക് ചെയ്യരുത്. എനിക്കൊന്ന് ഞാൻ ഇന്നലെ ഫസ്റ്റ് ഷോ കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അതാണ്. ഇമോഷണൽ സീക്വൻസിന്റെ സമയത്ത് ആരെങ്കിലും ഫോൺ എടുക്കുന്നത്, ഒരാളും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് തന്നെ അതായിരുന്നു എൻ്റെ ഒരു മെയിൻ ചാലഞ്ച്. ഇപ്പം നമുക്ക് ഹെവി മ്യൂസിക് ചെയ്യാൻ സ്ക്രീൻ എന്ന് വെച്ചാൽ ഒരു തമ്പ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ചെയ്തെടുക്കാം. ഈ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം, ഇപ്പം മമ്മൂക്കയുടെ ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെയുള്ള സാധനം ഉണ്ടല്ലോ, അതിന് ജയറാമേട്ടന്റെ റിയാക്ഷൻ, ഈ രണ്ട് ഇൻഫാക്ട് ജയറാമേട്ടന്റെ റിയാക്ഷനാണ് എന്റെ മ്യൂസിക് കയറുന്നത്. അപ്പം ആ ഒരു സാധനം അണ്ടർപ്ലേ ചെയ്ത് പിടിക്കാൻ പക്ഷെ ആരുടെയും ഫോക്കസ് പോരുത്, അതായിരുന്നു ഒരു ചാലഞ്ച്. പക്ഷെ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന വ്യക്തി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ച് ക്ലിയർ വിഷൻ ഉള്ള ഒരാളാണ്. അപ്പൊ മ്യൂസിക്കിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, പക്ഷെ ഫ്രീഡം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ യു ഡു വാട്ട് യു വാണ്ട്, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ നീഡ്. ഈ എഫക്റ്റ് എനിക്ക് കിട്ടും. അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തു എന്ന് ഞാൻ പറയും.